ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാബ്സ് കെംസ്പാർക്ക്. ഏതൊരു കെമിസ്ട്രി കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. അപ്പോൾ ഇതിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസറാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറേ കോംപ്ലക്സ് തന്നിട്ട് അത് 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ പറയും. അതുപോലെ തന്നെ കോംപ്ലക്സ് തന്നിട്ട് അതിൽ സ്റ്റേബിൾ കോംപ്ലക്സ് ഏതാണ്. അപ്പോൾ നമുക്ക് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഒന്ന് ന്യൂട്രൽ ആറ്റം മെത്തേഡ് വഴിയും വേറൊന്ന് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴിയും നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് ന്യൂട്രൽ ആറ്റം മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം ന്യൂട്രൽ ആറ്റം മെത്തേഡ്സിൽ ഒരു ലിഗാൻഡ് എത്ര ഇലക്ട്രോണിനെയാണ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത് അറിഞ്ഞിരിക്കണം, എന്നാലേ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇവിടെ ലിഗാൻഡ് എത്ര ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ലിഗാൻഡ് ക്ലോറിൻ ആണെങ്കിൽ അത് 1 ഇലക്ട്രോൺ ഡോണറാണ്, CH3 1, ഹൈഡ്രജൻ 1, OH OR ആണെങ്കിൽ 1 ഇലക്ട്രോൺ, സയനൈഡ് CN ആണെങ്കിൽ 1, NO ബെൻഡ് ആണെങ്കിൽ 1, അതുപോലെ തന്നെ NO ലീനിയർ ഷേപ്പ് ആണെങ്കിൽ 3 ഇലക്ട്രോൺ ഡോണറാണ്. CO PR3 NR3 NH3 H2O ഇതെല്ലാം 2 ഇലക്ട്രോൺ ഡോണറാണ്. ഡബിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് S 2, കാർബീൻ ഡബിൾ ബോണ്ട് Cr2 2, കാർബൈൻ ട്രിപ്പിൾ ബോണ്ട് Cr 3, ട്രിപ്പിൾ ബോണ്ട് N ആണെങ്കിൽ 3 ഇലക്ട്രോൺ ഡോണറാണ്. പിന്നെ സൈക്ലോപെൻറ്റൈൽ CP 5 ഇലക്ട്രോൺ ഡോണർ. അതുപോലെ ചിലപ്പോൾ നമുക്ക് ഹാപ്റ്റിസിറ്റി തരും. ഹാപ്റ്റിസിറ്റി തന്നിട്ട് ആ കോംപ്ലക്സിൽ നമ്മൾ 18 ഇലക്ട്രോൺ റൂളൊക്കെ കാണാനുണ്ടാവും. അപ്പോൾ ഹാപ്റ്റിസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈറ്റ വെച്ചിട്ടാണ്. അപ്പോൾ ഈറ്റ 6 C6H6 ആണെങ്കിൽ 6, ഈറ്റ 7 C7H7 ആണെങ്കിൽ 7 ഇലക്ട്രോൺ ഡോണർ ആയിരിക്കും. ഇനി ഒരുപാട് ലിഗാൻഡ്സ് ഉണ്ട്, അപ്പോൾ നമുക്ക് എക്സാമ്പിളിനനുസരിച്ച് നോക്കാം. ആദ്യം നമുക്ക് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്ന കോംപ്ലക്സസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ η5 C5H5 FeCO twice Cl. അപ്പോൾ അയൺ അതിൻ്റെ വാലൻസ് സെല്ലിൽ വരുന്നത് 3d6 ആണ്, അതായത് 8 ഇലക്ട്രോൺ ആണ്. ക്ലോറിൻ 1 ഇലക്ട്രോൺ. അതുപോലെ ഒരു CO 2 ഇലക്ട്രോണെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2CO 2 × 2 = 4 ഇലക്ട്രോൺ. η5 C5H5 5 ഇലക്ട്രോൺ. അപ്പോൾ ടോട്ടൽ 18 ഇലക്ട്രോൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ CrCO6. Cr 6 ഇലക്ട്രോൺ ആണ് വരുന്നത്, അതായത് 3d4 4s2 ആണ് വരുന്നത്, അല്ലെങ്കിൽ 3d5 4s1 വരും. അപ്പോൾ CO 2 ഇലക്ട്രോണാണ്. അപ്പോൾ ഇവിടെ 6 × 2 = 12. അപ്പോൾ ടോട്ടൽ 18 ഇലക്ട്രോൺ. നെക്സ്റ്റ് വൺ MnCO5. Mn7 CO 5 × 2 = 10, ടോട്ടൽ 17 ഇലക്ട്രോൺ. അപ്പോൾ അത് സ്റ്റേബിൾ അല്ല ഈ കോംപ്ലക്സ്. ഫോർത്ത് വൺ Mn2CO10. അപ്പോൾ Mn 2 × 7 2 Mn ഉണ്ട്, അപ്പോൾ 14. കാർബണയിൽ വരുന്നത് 10 ആണ്, അപ്പോൾ 10 × 2 = 20 വരും. പിന്നെ ഇവിടെ ഒരു Mn മെറ്റൽ ബോണ്ട് ഉണ്ട്, അത് 2 ഇലക്ട്രോണിനെയാണ് ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 36 ഇലക്ട്രോൺ വരും. പക്ഷെ നമ്മൾ ഒരു Mn ആണ് കാണുന്നത്, അപ്പോൾ 36/2 = 18. അപ്പോൾ അത് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ MnCO5 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, അത് ഡൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അതായത് Mn2CO10 ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഒരു കോംപ്ലക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ചില കേസിൽ അത് 16 ഇലക്ട്രോൺ റൂൾ ആണെങ്കിലും സ്റ്റേബിൾ ആവുന്ന കേസും വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ HMnCO5. ഇപ്പോൾ ഹൈഡ്രജൻ 1 Mn7 CO 5 × 2 = 10. അപ്പോൾ ടോട്ടൽ 18. നെക്സ്റ്റ് വൺ MnCO5 - Mn7
CO 5 into 2 is equal to 10. ഇവിടെ ഒരു ആനിയോൺ വരുന്നുണ്ട്, അതായത് നെഗറ്റീവാണ് നമ്മുടെ കോംപ്ലക്സ് സിസ്റ്റം വരുന്നത്. അപ്പോൾ അതിലേക്ക് ഒന്നും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 18 വരും. 7th വൺ, CR eta 5 CP eta 1 CP CO thrice. അപ്പോൾ ക്രോമിയം 6 ആണ്. eta 5 CP 5 ഇലക്ട്രോൺ, eta 1 CP 1 ഇലക്ട്രോൺ, CO 3 into 2 is equal to 6, total 18. നെക്സ്റ്റ് വൺ, CO eta 5 CP കൊബാൾട്ട് ആണ്. കൊബാൾട്ടിന് 9 ആണ് വരിക. അപ്പോൾ eta 5 CP 5 വരും. ടോട്ടൽ 14 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇങ്ങനൊരു കോംപ്ലക്സ് സ്റ്റേബിൾ അല്ല. നെക്സ്റ്റ് വൺ, ReCO5 PF3 പ്ലസ്. അപ്പോൾ റീനിയാണ്. അപ്പോൾ മാംഗനീസ് ടെക്നീഷ്യം റീനി അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ Reയുടെ വാലൻസിൽ വരുന്നത് 7 ഇലക്ട്രോൺ ആണ്. അപ്പോൾ പീരിയോഡിക് ടേബിൾ നന്നായിട്ട് അറിഞ്ഞാലേ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ CO 5 into 2 is equal to 10 വരും. PF3 2 ഇലക്ട്രോൺ ഡോണർ ആണ്. കോംപ്ലക്സ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ നിന്ന് ഒരു 1 മൈനസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 18 ഇലക്ട്രോൺ വരും. നെക്സ്റ്റ് ഇനി ചോദിച്ച് കണ്ടിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദി വാല്യൂ ഓഫ് n if the complex obey 18 ഇലക്ട്രോൺ റൂൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, FeCO(n) ടൈംസ്. അതിൽ n എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ വരുന്നത് 18 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇനി ഇതിൽ ഓരോന്നും ആഡ് ചെയ്യുക. അപ്പോൾ Fe 8 ആണ്. 8 പ്ലസ് n ഇൻറ്റു 2 CO 2 ഇലക്ട്രോൺ ഡോണർ ആണ്, ഇസ് ഈക്വൽ ടു 18 വരും. അപ്പോൾ ഇവിടെ n ഇസ് ഈക്വൽ ടു 5 വരും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, eta 5 CP MnCO(n) ടൈംസ്. അപ്പോൾ 5 പ്ലസ് 7 പ്ലസ് 2 ഇൻറ്റു n ഇസ് ഈക്വൽ ടു 18. അപ്പോൾ 2n ഇസ് ഈക്വൽ ടു 6, n ഇസ് ഈക്വൽ ടു 3 വരും. തേർഡ് വൺ, HRHCO(n) ടൈംസ്. അപ്പോൾ 1 പ്ലസ് കൊബാൾട്ട് റോഡിയം ഇറിഡിയാണ്. അപ്പോൾ കൊബാൾട്ടിൻ്റെ താഴെയാണ് റോഡിയം വരുന്നത്. അപ്പോൾ 9 പ്ലസ് 2n ഈക്വൽ ടു 18. അപ്പോൾ 2n ഇസ് ഈക്വൽ ടു 8, n ഈക്വൽ ടു 4. MCOX Z minus. Correct combination of metal, number of carbonyl and charge for this complex if that satisfy the 18 electron rule. അപ്പോൾ ഓപ്ഷൻ എ, M ഈക്വൽ ടു ടൈറ്റാനിയം, X is equal to 6, Z equal to 1. B, M equal to vanadium, X equal to 6, Z equal to 1. C, M equal to cobalt, X equal to 4, Z equal to 2. D, M equal to cobalt, X is equal to 5, Z equal to 1. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നെങ്കിൽ നമ്മൾ ഓരോ ഓപ്ഷനും എടുത്തിട്ട് നമ്മൾ അതിൽ ചെയ്തു നോക്കണം. എന്നിട്ട് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നത് ഏതാണ് അതായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 15 ഇലക്ട്രോൺ ആണ് വരുന്നത്. ബി ആണെങ്കിൽ 18 ഇലക്ട്രോൺ വരുന്നുണ്ട്. സി ആണെങ്കിൽ 19 ഇലക്ട്രോൺ. ഡി 20 ഇലക്ട്രോൺ. So answer is option B, M equal to vanadium, X equal to 6, Z equal to 1. Next important question ആണ്, calculate the number of metal bond. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മെറ്റൽ ബോണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുള്ള ട്രിക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിറ്റർമിൻ ദി ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ. അതായത് ആദ്യം TVE എന്ന് ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു 18 മൈനസ് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ ഹോൾ ഡിവൈഡഡ് ബൈ 2 വെയർ n is equal to number of metal atom. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ Fe3CO12. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് മെറ്റൽ ആറ്റം n is equal to 3 ആണ്. ഇനി ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് ചെയ്യണം. അപ്പോൾ 3 അയൺ ആണുള്ളത്. അപ്പോൾ 3 ഇൻറ്റു 8 ആണ് അയൺ തരുന്നത്. പ്ലസ് 12 ഇൻറ്റു 2 is equal to 24 is equal to 48 വരും. അപ്പോൾ നമ്മൾ ഇനി ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് is equal to 3 ഇൻറ്റു 18 മൈനസ് 48/2 ഈക്വൽ ടു 6/2 is equal to 3. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ഷുവറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
CO4 CO12. അപ്പോൾ ഇവിടെ n ഈക്വൽ ടു 4 ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ വരും. അപ്പോൾ 4 ഇൻറ്റു 9 പ്ലസ് 12 ഇൻറ്റു 2 is equal to 24 equal to 60 വരും. അപ്പോൾ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് 4 ഇൻറ്റു 18 മൈനസ് 60 by 2 is equal to 12 by 2 equal to 6 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, eta4 C4 H5 twice Fe2 CO thrice. ഇവിടെ n equal to 2, total valence electron 4 into 2 plus 2 into 8 plus 3 into 2 equal to 30. So number of metal bond 2 into 18 minus 30 whole divided by 2 equal to 3 വരും. Next question, the number of molybdenum bonds in eta5Cp MO CO twice, പിന്നെ കോംപ്ലക്സ് മൊത്തത്തിൽ ട്വൈസ് ഉണ്ട്, ചാർജ് വരുന്നത് 2 മൈനസ്. അപ്പോൾ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ ഞാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എടുത്തത്. eta5Cp 5 ആണ് തരുന്നത്. അപ്പോൾ 5 into 2 equal to 10 വരും. പ്ലസ് മോളിബ്ഡിനം 12 പ്ലസ് 8 പ്ലസ് 2 equal to 32. അപ്പോൾ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് ഈക്വൽ ടു 2 into 18 മൈനസ് 32 all divided by 2 equal to 4 by 2 equal to 2. In the complex ടങ്സ്റ്റൺ μCl ബ്രിഡ്ജ്ഡ് ആണ്. Cl CO4 ടൈംസ്, പിന്നെ കോംപ്ലക്സ് 2 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ നോ WW ബോണ്ട്, ബി 1WW ഡബിൾ ബോണ്ട്, സി 1WW സിംഗിൾ ബോണ്ട്, ഡി 1WW ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നതിൽ 6 പ്ലസ് 3, അതായത് μCl ബ്രിഡ്ജ്ഡ് CL ആണെങ്കിൽ അത് 3 ഇലക്ട്രോൺ ഡോണർ ആണ്. പ്ലസ് 1 പ്ലസ് 8 ഈക്വൽ ടു 18 വരും. പിന്നെ കോംപ്ലക്സ് 2 ടൈംസ് ഉള്ളതുകൊണ്ട് 18 ഇൻറ്റു 2 ഈക്വൽ ടു 36 വരും. നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 18 മൈനസ് 36 by 2 ഈക്വൽ ടു 0. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ എ നോ ടങ്സ്റ്റൺ ബോണ്ട്. Which one of the following compounds satisfies 18 electron rule? Option A CrCO5, B CrCO6, C CrCO8, D CrCO9. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഞാൻ ബാക്കി എല്ലാം ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. Cr ഈക്വൽ ടു 6, CO 6 into 2 equal to 12. അപ്പോൾ ടോട്ടൽ 18 ഇലക്ട്രോൺ വരുന്നത് ആൻസർ ഓപ്ഷൻ ബി CrCO6. Total number of metal bonds in Ru3CO12 and CO4CO12 respectively are option A 3 and 6, B 4 and 5, C 0 and 4, D 3 and 4. അപ്പോൾ നമുക്ക് നോക്കാം. Ru3CO12 ഇപ്പോൾ റുദീനിയത്തിൻ്റെ കോംപ്ലക്സ് ആണ്. അപ്പോൾ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ വരുന്നത് 3 into 8. അപ്പോൾ അയൺ റുദീനിയം ഓസ്മിയാണ് വരുന്നത്. അപ്പോൾ 3 into 8 പ്ലസ് 24 is equal to 48. അപ്പോൾ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് 3 into 18 മൈനസ് 48 all divided by 2 equal to 6 by 2 is equal to 3. CO4 CO12 ആണെങ്കിൽ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ വരുന്നത് 4 into 9 plus 24 equal to 60. അപ്പോൾ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് ഈക്വൽ ടു 4 into 18 മൈനസ് 60 all divided by 2 equal to 12 by 2 is equal to 6. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 3 and 6. ഇനി ഇതിൽ വരുന്ന വേറൊരു മോഡലാണ് ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ മെറ്റൽ. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ n ആണ്. അതിന് ഒരു ക്വസ്റ്റ്യൻ CO4 CO12. അപ്പോൾ അതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ മെറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അത് 4 into 9 plus 24 is equal to 60 വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ n ആണ്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് മെറ്റൽ ആറ്റാണ്. അപ്പോൾ 60 by 4 ഈക്വൽ ടു 15 ഇലക്ട്രോൺ. ഈ ടൈപ്പ് ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. ദി നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് ഇൻ IR4CO12 ഈസ് ഓപ്ഷൻ എ 6,
ബി 4, സി 2, ഡി 5. അപ്പോൾ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ വരുന്നത് 4 × 9 പ്ലസ് 12 × 12, 12 × 2 ഈക്വൽ ടു 36 പ്ലസ് 24 ഈസ് ഈക്വൽ ടു 60 വരും. നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് 4 × 18 മൈനസ് 60 ഓൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 72 മൈനസ് 60 ബൈ ഓൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 6 വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 6. Which of the following is isoelectronic with CO? അപ്പോൾ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് നോക്കേണ്ടത്. ഓപ്ഷൻ എ NO, ബി NO പ്ലസ്, സി NO മൈനസ്, ഡി NO2 മൈനസ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, NO പ്ലസ്. അപ്പോൾ CO വരുന്നത് 6 പ്ലസ് 8 ഈക്വൽ ടു 14 ഇലക്ട്രോൺ. NO പ്ലസിൽ നൈട്രജൻ 7 പ്ലസ് ഓക്സിജൻ 8 പിന്നെ -1 ഇസ് ഈക്വൽ ടു ടോട്ടൽ 14 ഇലക്ട്രോൺ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി NO പ്ലസ്. In Ziegler-Natta catalysis, the commonly used catalyst system is option A TiCl4 Al(C2H5) thrice, B VOACAC twice, Al2CH3 6 times, C TiCl4 BF3, D none of these. Answer option A titanium tetrachloride and triethyl aluminum Ziegler-Natta catalyst. It is commonly used for polymerization of ethylene. Next question. Oxidation occurs very easily in case of option A eta 5C5H5 twice Fe, B eta 5C5H5 twice CO, eta 5C5H5 twice Ru, D eta 5C5H5 twice CO plus. അപ്പോൾ ഇതിൽ വരുന്നത് ആദ്യം നോക്കേണ്ടത് ഇതിലുള്ള 18 ഇലക്ട്രോൺ റൂൾ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ ഒബേ ചെയ്യുന്നതെന്നുള്ളത് നോക്കണം. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ബി അല്ലാത്ത വേറെ എല്ലാ ഓപ്ഷൻസും 18 ഇലക്ട്രോൺ റൂള് ഒബേ ചെയ്യുന്നുണ്ട്. ബിയിൽ വരുന്നത് eta 5C5H5 twice CO. അപ്പോൾ 5 × 2 പ്ലസ് 9 ഇസ് ഈക്വൽ ടു ടോട്ടൽ 19 ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പം in C5 eta 5C5H5 twice CO oxidation occur easily to form 18 electron complex. അപ്പം 19 ഇലക്ട്രോൺ ഉള്ളത് ഓക്സിഡേഷൻ നടക്കുമ്പോൾ അതിന് 18 ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പം ആൻസർ ഓപ്ഷൻ ബി eta 5C5H5 twice CO. The ligand in uranocin is option A C8H82 minus, B C5H52 minus, C C6H6, D C4H42 minus. Answer option A C8H82 minus. The oxidation state of molybdenum in eta 7 tropylium molybdenum CO thrice plus is option A +2, B +1, C 0, D -1. അപ്പോൾ ആൻസർ വരുന്നത് +1 ആണ്. Here both eta 7 tropylium and CO are neutral ligand. So oxidation state of metal is equal to charge on complex, that is +1. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി +1. The number of metal bonds in W2OPH 6 times is option A 1, B 2, C 3, D 4. അപ്പോൾ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ വരുന്നത് 2 × 6 പ്ലസ് 6 × 3. OPH 3 ഇലക്ട്രോൺ ഡോണർ ആണ്. അപ്പോൾ 30 വരും. നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് 2 × 18 മൈനസ് 30 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 3. The neutral complex which follows the 18 electron rule is option A eta 5C5H5 FeCO twice, B eta 5C5H5 MoCO thrice, C eta 5C5H5 twice CO, D eta 5C5H5 Re eta 6
C6H6. അപ്പോൾ ഇതിൽ ഓരോന്നും എടുത്തിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഓപ്ഷൻ എ 17 ഇലക്ട്രോൺ ആണ് വരുന്നത്, ബി 17 ഇലക്ട്രോൺ, സി 19 ഇലക്ട്രോൺ, ഡി 18 ഇലക്ട്രോൺ. So answer is option D, eta 5 C5 H5 Re, eta 6 C6 H6. A well-known naturally occurring organometallic compound is option A vitamin B12 coenzyme, B chlorophyll, C cytochrome P450, D myoglobin. Answer option A vitamin B12 coenzyme. Cobalt carbon cyst ആണ് അതിൽ വരുന്നത്. The number of metal bond in C5H5 FeCO complex 2 times ആണ്. അപ്പോൾ ഓപ്ഷൻ എ 0, ബി 1, സി 2, ഡി 3. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 3 ആണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ വരുന്നത് കോംപ്ലക്സ് 2 ടൈംസ് ഉള്ളത് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ 10 + 16 + 4 = 30. നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് ഇസ് ഈക്വൽ ടു 2 × 18 - 30 whole divided by 2 equal to 6/2 = 3. Structurally, nickelocene is similar to ferrocene. Nickelocene attains stability due to formation of option A monocation, B a dication, C a monoanion, D a dianion. അപ്പോൾ nickelocene is Cp2Ni is 20 electron system, therefore will form dication. അത് Cp2Ni +2 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്താവും 18 ഇലക്ട്രോൺ സിസ്റ്റം വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി എ ഡൈകാറ്റയോൺ. Among the metals manganese, iron, cobalt and nickel, those would react in its native form directly with CO giving metal carbonyl compounds are option A cobalt and manganese, B manganese and iron, C iron and nickel, D nickel and cobalt. Answer option C iron and nickel. അതായത് അയൺ നിക്കൽ FeCO5 അതുപോലെ തന്നെ NiCO4 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.